തിരുവനന്തപുരം ധനുവച്ചപുരം VTM-NSS കോളേജിൽ വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിച്ച ABVP ഗവർണറുടെ ഉത്തരവ് നടപ്പിലാക്കാനാണ് സംഘടനയുടെ തീരുമാനം. ABVP നേതൃത്വം നൽകുന്ന കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ പ്രതികരിക്കുകയാണ് തത്സമയത്തിലേക്ക്. കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നടക്കരുതെന്ന വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വിഭജന ഭീതി ദിനം ആചരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്തിൻ്റെ എല്ലാ തിട്ടൂരങ്ങൾക്കും വകവെക്കാതെ ഇന്നലെ അർദ്ധരാത്രി തന്നെ കേന്ദ്ര സർവകലാശാലയിൽ കാസർഗോട്ട് വിഭജന ഭീതി ദിനം ABVPയുടെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആചരിച്ചു. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ന് ഈ സമയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിഭജന ഭീതി ദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ, SFIക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ ഇടതുപക്ഷക്കാരാ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ ഈ ദിവസത്തെ ഈ പരിപാടി എതിർത്തുകൊണ്ടിരിക്കുന്നത്? ഉത്തരമുണ്ടോ നിങ്ങൾക്ക്? എല്ലാ കാലത്തും ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ, ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ വിമർശിച്ചവരാണ്, എതിർത്തവരാണ് നിങ്ങളെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്? എന്ത് നിലപാടാണ് SFI സ്വീകരിച്ചത്? എന്ത് നിലപാടാണ് CPIM സ്വീകരിച്ചത്? സ്വാതന്ത്ര്യം 1947 ഇന്ത്യക്ക് ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ട് പോലും ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാത്ത പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്ത് ആർക്ക് വേണ്ടിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ കേരളത്തിലെ ദേശീയവാദികൾക്ക് ഭാരത് മാതാ പൂജ നടത്തേണ്ടി വന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കൊണ്ട് ത്രിവർണ്ണ പതാക ഏന്തിക്കാനെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കുക, SFI ഒരു തിട്ടൂരം ഇറക്കിയിരിക്കുന്നു. ഇന്ന് ക്യാമ്പസുകളെങ്ങും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് ഭയക്കുന്നത്? ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ നമ്മളിവിടെ പറയുന്നത് ചരിത്രമാണ്. യാതൊരു വിധത്തിലുള്ള മതവർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുന്നില്ല. ഈ രാഷ്ട്രത്തിൻ്റെ എഴുതപ്പെട്ട ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ അടിമത്തം നമുക്കെല്ലാവർക്കും അറിയാം. പോർച്ചുഗീസുകാർ മുതൽ ഡച്ചുകാർ മുതൽ ചൈനക്കാർ വന്നു, അതിനുശേഷം മുഗളന്മാർ വന്നു, അവസാനമായി ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇത്രയും നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്ന് ഭാരതം സ്വാതന്ത്ര്യം നേടിയത് 1947 അതേ സമയത്ത് തന്നെയാണ് ഹൃദയഭേദകരമായിട്ട് 1947 ഓഗസ്റ്റ് 14 ഈ രാഷ്ട്രം വെട്ടിമുറിക്കപ്പെടുകയും അതിനുശേഷം കിഴക്കൻ പഞ്ചാബിൽ നിന്നുള്ളവർ പടിഞ്ഞാറൻ പഞ്ചാബിലേക്ക് പലായനം ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. തിരിച്ചും പലായനം ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്തുണ്ടായ രക്തച്ചൊരിച്ചിലുകൾ, ആ സമയത്തുണ്ടായ കലാപങ്ങൾ, അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം അക്രമങ്ങളുണ്ടായി, സായുധ കലാപങ്ങളുണ്ടായി, പെട്ടെന്നുണ്ടായ വിഭജനം നമുക്കെല്ലാവർക്കും അറിയാം. മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ 2 രാഷ്ട്രം വേണം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം വേണം എന്ന് പറയുന്ന ആവശ്യമുയർന്നു. ഭരണത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തെ ഭരിക്കാൻ വേണ്ടി നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അവരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ വെട്ടിമുറിച്ച സമയത്ത് അതിനിരയാകേണ്ടി വന്നത് 1.5 കോടിയോളം വരുന്ന ഈ രാഷ്ട്രത്തിൻ്റെ പൗരന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, 20 ലക്ഷത്തിനടുത്ത് പേര് ഈ ഇന്ത്യ വിഭജനത്തിൻ്റെ രക്തസാക്ഷികളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലായന സമയത്ത് അതിർത്തി കടന്നെത്തുന്ന തീവണ്ടികളിൽ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് ആ തീവണ്ടികളിൽ മൃതശരീരങ്ങളാണ് എന്നുള്ള കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ചിത്രം തന്നെ നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട്. നമുക്കറിയാം, വിഭജനത്തിൻ്റെ ഭീതിയാണിത്. ആയിരക്കണക്കിന് പലായനം ചെയ്ത പൗരന്മാർ പട്ടിണി കിടന്നും രോഗം ബാധിച്ചും മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. തീവണ്ടികളിൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. സായുധ കലാപങ്ങളുണ്ടായി. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സായുധ കലാപങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഇത്തരത്തിലൊരു കലാപം, ഇത്തരത്തിലൊരു അനൈക്യം ഈ രാഷ്ട്രത്തിൽ ഇനി ഭാവിയിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്നൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ABVP ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കോൺഗ്രസ് എന്തുകൊണ്ടാണ് എതിർക്കുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. കോൺഗ്രസ് ആണ് ഈ രാഷ്ട്രത്തെ 2 വെട്ടിമുറിച്ചത്. ഭരണത്തിന് വേണ്ടി കോൺഗ്രസ് ആണ് ഈ രാഷ്ട്രത്തെ 2 വെട്ടിമുറിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തുകൊണ്ടാണ് ഈ വിഭജന ഭീതി ദിനത്തെ ഭയക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വിഭജനത്തിൻ്റെ ഭീതി ഇന്നും ഈ സമൂഹത്തിനിടയിലുണ്ട്. അതേപോലെ തന്നെ ഈ വിഭജനത്തിന് കാരണക്കാരായ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഈ പൊതുസമൂഹം തിരിച്ചറിയുമെന്നുള്ള ഭീതിയാണ് അവരെ കൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കാൻ നിർബന്ധിതരാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, 2 രാഷ്ട്രമാക്കാനാണ് കോൺഗ്രസ് പ്രയത്നിച്ചത്.
ഇന്ത്യയും പാകിസ്ഥാനും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിക്കാൻ വേണ്ടി, അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 1942 അധികാരി തിസീസ് എന്ന് പറയുന്ന ഒരു തിസീസ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാരാ SFI-കാരാ നിങ്ങളെടുത്ത് പരിശോധിക്കണം, ചരിത്രം പഠിക്കണം. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയെ 1, 2, 3 ഖണ്ഡിക്കേണ്ടത്, ഈ രാഷ്ട്രത്തെ 16 കഷ്ണങ്ങളാക്കി മാറ്റണമെന്ന് ലിഖിതമായ ചരിത്രമുണ്ട്. അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അങ്ങനെ 16 വ്യത്യസ്ത രാജ്യങ്ങളായി ഇന്ത്യയെ ഖണ്ഡിച്ചുകൊണ്ട് സ്വയംഭരണ അവകാശം നൽകിക്കൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തെ, സംസ്കാരത്തെ, ഐക്യത്തെ, അഖണ്ഡതയെ ഇല്ലാതാക്കി തീർക്കണമെന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന്. തിരുവനന്തപുരം ധനുവച്ചപുരം VTM-NSS കോളേജിൽ വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിച്ച ABVP നേതാക്കൾ പ്രതികരിക്കുന്നതിന് തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.